കുറച്ചു ദിവസങ്ങളായി ഇന്ത്യൻ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് കോക്രോച്ച് ജനതാ പാർട്ടി. പാർട്ടി എന്ന പേരിനൊപ്പം ഉണ്ടെങ്കിലും ഓൺലൈനിൽ മാത്രമാണ് പാർട്ടിയുടെയും അണികളുടെയും പ്രവർത്തനം. സുപ്രീം കോടതി ജഡ്ജി സൂര്യകാന്ത് ഇന്ത്യൻ യുവാക്കളെ പാർട്ടികളെന്നും പാരസൈറ്റുകളെന്നും വിളിച്ച് ആക്ഷേപിച്ചുവെന്ന് പറഞ്ഞുകൊണ്ടാണ് സമൂഹ മാധ്യമങ്ങളിൽ പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് തുടക്കമായത്. They don't get any employment, they don't have any place in profession. Some of them become media, some of them become social media, some of them become RTI activists, some of them become another activists, and they start attacking everyone. And you people file contempt petition because I go to, you're not taking up the matter of, as if there are already parasites in society who attack you people, you attack the system, and you want to join hands with them. എന്നാൽ തന്റെ വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടെന്ന് ജസ്റ്റിസ് സൂര്യകാന്ത് പിന്നീട് അവകാശപ്പെട്ടിരുന്നു. തന്റെ പ്രസ്താവന വ്യാജ ബിരുദമുള്ളവരെ ഉദ്ദേശിച്ചായിരുന്നു എന്ന് പിന്നീട് അദ്ദേഹം വിശദീകരിച്ചെങ്കിലും പാർട്ടിയുടെ വളർച്ചയെ തടയാൻ പിന്നെ ആർക്കും കഴിഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത. സുപ്രീം കോടതിയിലെ ഒരു വാദത്തിനിടെ തൊഴിലില്ലാത്ത യുവാക്കൾ റൈറ്റ് ടു ഇൻഫർമേഷൻ പ്രവർത്തകരായി മാറി എല്ലാവരെയും ആക്രമിക്കുകയാണെന്നും അവർ പാറ്റകളെ പോലെയാണെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് നടത്തിയ പരാമർശമാണ് വിവാദങ്ങൾക്ക് വഴിവെച്ചത്. എന്നാൽ തൊഴിലില്ലായ്മയും പരീക്ഷാ തട്ടിപ്പുകളും കാരണം രാജ്യം മുഴുവൻ യുവാക്കൾ ബുദ്ധിമുട്ടുമ്പോൾ അവരെ ഒന്നടങ്കം അപമാനിക്കുന്ന രീതിയിലാണ് യുവാക്കൾ ഈ പ്രസ്താവനയെ ഏറ്റെടുത്തത്. എന്തായാലും വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ഈ പുതിയ ഓൺലൈൻ പാർട്ടി സമൂഹ മാധ്യമങ്ങളിൽ അമ്പരപ്പിക്കുന്ന ജനപിന്തുണയാണ് നേടിക്കൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ മെയ് 16 ആരംഭിച്ചുവെന്ന് കരുതപ്പെടുന്ന ഈ ഓൺലൈൻ കൂട്ടായ്മ ഏകദേശം 12.8 മില്യൺ അഥവാ 1.5 കോടിയിലധികം പേരാണ് ഇതിനോടകം ഫോളോ ചെയ്തത്. എല്ലാ സാഹചര്യങ്ങളിലും അതിജീവിക്കുന്ന ജീവി എന്ന രീതിയിലാണ് കോക്രോച്ചിനെ പലരും കാണുന്നത്. അതിനെ തന്നെ ഒരു രാഷ്ട്രീയ ഉപമയെ ഉപയോഗിച്ചാണ് ഈ കൂട്ടായ്മ മുന്നോട്ട് വന്നതും. തൊഴിലില്ലായ്മ, വിദ്യാർത്ഥി രാഷ്ട്രീയം, ഓൺലൈൻ രാഷ്ട്രീയ, സൈബർ ആക്രമണങ്ങൾ, രാഷ്ട്രീയ നേതാക്കളുടെ ഇരട്ടത്താപ്പ്, സോഷ്യൽ മീഡിയ വിമർശനം സഹിക്കാത്ത രാഷ്ട്രീയ സംസ്കാരം എന്നിവയ്ക്കെതിരെയുള്ള ഒരു ഡിജിറ്റൽ പ്രതിഷേധ രൂപമായിട്ടാണ് പലരും കോക്രോച്ച് ജനതാ പാർട്ടിയെ കാണുന്നത്. സാമൂഹിക രാഷ്ട്രീയ പരിഹാസത്തിന്റെ രൂപത്തിൽ ആരംഭിച്ച ഈ പ്രസ്ഥാനം പെട്ടെന്ന് തന്നെ സമൂഹ മാധ്യമങ്ങളിലെ യുവജന പ്രതിഷേധത്തിന്റെ ഒരു വേദിയായി മാറി. കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ഈ കൂട്ടായ്മ എക്സ്, അതുപോലെ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് വ്യാപക പ്രചാരം നേടിയത്. ഈ ചാനലുകൾ ഫോളോ ചെയ്യുന്ന ആളുകൾ പുതിയ പാർട്ടിയിൽ അംഗമാവുകയാണെന്നാണ് കോക്രോച്ച് ജനതാ പാർട്ടി അവകാശപ്പെടുന്നത്. ആം ആദ്മി പാർട്ടിയുടെ സമൂഹ മാധ്യമ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിരുന്ന അഭിജിത്ത് ദീപ്കയാണ് ഈ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായി അറിയപ്പെടുന്നതെന്ന് ദി ഹിന്ദു റിപ്പോർട്ട് ചെയ്യുന്നു. ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ പബ്ലിക് റിലേഷൻസ് വിദ്യാർത്ഥിയാണ് 30-കാരനായ അഭിജിത്ത് ദീപ്കെ. 2020 മുതൽ 2023 വരെ ആം ആദ്മി പാർട്ടിയുടെ സോഷ്യൽ മീഡിയ സജീവമായി പ്രവർത്തിച്ചിട്ടുള്ള ആളുകൂടിയാണ് അദ്ദേഹം. ചീഫ് ജസ്റ്റിസിന്റെ ഈ വിവാദ വിശദീകരണത്തെ തള്ളി അഭിജിത്ത് ഒരു പ്രധാനമന്ത്രിയോട് വിയോജിപ്പുകൾ ഉണ്ടാകാമെങ്കിലും പൗരന്മാരെ പരാതങ്ങളെന്ന് വിളിക്കാൻ ചീഫ് ജസ്റ്റിസിന് പോലും അവകാശമില്ലെന്നും തന്റെ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ വ്യക്തമാക്കി. എന്തായാലും രാഷ്ട്രീയ വിമർശനങ്ങളും മീമുകളും ഉപയോഗിച്ചാണ് കോക്രോച്ച് ജനതാ പാർട്ടി സമൂഹ മാധ്യമങ്ങളിൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പിച്ചത്. രാജ്യത്തെ യുവാക്കളുടെ തൊഴിലില്ലായ്മ, പരീക്ഷാ ക്രമക്കേടുകൾ, രാഷ്ട്രീയ അഴിമതി, ഭരണ സംവിധാനങ്ങളിലെ വിശ്വാസനഷ്ടം എന്നീ വിഷയങ്ങളാണ് CJP തങ്ങളുടെ സമൂഹ മാധ്യമ പോസ്റ്റുകളിലൂടെ പ്രധാനമായും ഉന്നയിക്കുന്നത്. മടിയന്മാരും എപ്പോഴും ഓൺലൈനിൽ സമയം ചെലവഴിക്കുന്നവരും തൊഴിലില്ലാത്തവരുമായ യുവാക്കൾക്ക് വേണ്ടിയുള്ള പാർട്ടി എന്ന ടാഗ്ലൈനോടെയാണ് CJP രംഗത്തെത്തിയത്. സെക്യുലർ, സോഷ്യലിസ്റ്റ്, ഡെമോക്രാറ്റിക്, ലേസി എന്ന് സ്വയം വിശേഷിപ്പിച്ചുകൊണ്ടുള്ള പാർട്ടിയുടെ അവതരണം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സമൂഹ മാധ്യമ ഉപയോക്താക്കളിൽ വ്യാപകമായ ശ്രദ്ധ നേടി. പരിഹാസത്തിന്റെ ഭാഷയും മീമുകളും ഇവരുടെ രാഷ്ട്രീയ താല്പര്യം വ്യാപിപ്പിക്കാൻ സഹായകമായി. പരീക്ഷാ തട്ടിപ്പുകൾക്കെതിരെയും യുവജന തൊഴിലില്ലായ്മയ്ക്കെതിരെയും പാർട്ടി ശക്തമായ നിലപാടാണ് ആവർത്തിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസ് നേതാക്കളായ മഹുവ മൊയ്ത്രയും കീർത്തി ആസാദും കോക്രോച്ച് ജനതാ പാർട്ടിയുടെ മീമുകളെ തങ്ങളുടെ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചതോടെ ഈ നവമാധ്യമ പാർട്ടി ദേശീയ തലത്തിലും പെട്ടെന്ന് ശ്രദ്ധ നേടി. രാഷ്ട്രീയ പരിഹാസം എന്ന നിലയിൽ തുടങ്ങിയ ഈ കൂട്ടായ്മ ഇന്ത്യയിലെ യഥാർത്ഥ രാഷ്ട്രീയ ശക്തിയായി വളരുമോ എന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന പ്രധാന ചർച്ച. അതേസമയം ഇന്ത്യയിലെ ഡിജിറ്റൽ തലമുറ രാഷ്ട്രീയ അഭിപ്രായ പ്രകടനത്തിന് കണ്ടെത്തിയ പുതിയ മാർഗമാണ് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. നേപ്പാളിലെ ജൻസി വിപ്ലവത്തിന്റെ മറ്റൊരു മുഖമായി ഇന്ത്യയിലെ കോക്രോച്ച് ജനതാ പാർട്ടി മാറുമോ എന്നതും സമൂഹ മാധ്യമ ഉപയോക്താക്കൾ ചോദിക്കുന്നുണ്ട്. തീർത്തും ആക്ഷേപഹാസ്യ സ്വഭാവമുള്ളതാണെങ്കിലും പാർട്ടി മുന്നോട്ട് വെക്കുന്ന 5 മാനിഫെസ്റ്റോ ഗൗരവമേറിയ പല രാഷ്ട്രീയ ചർച്ചകൾക്കും വഴിവെക്കുന്നുണ്ട്. അത് ഇങ്ങനെയൊക്കെയാണ്: വിരമിച്ച ശേഷം ഒരു ചീഫ് ജസ്റ്റിസിനും രാജ്യസഭാ സീറ്റ് പ്രതിഫലമായി നൽകരുത്, പാർലമെന്റിൽ സ്ത്രീകൾക്ക് 50% സംവരണം ഏർപ്പെടുത്തുക, പാർട്ടി മാറുന്ന MP-മാർക്കും MLA-മാർക്കും 20 വർഷത്തേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വിലക്കേർപ്പെടുത്തുക, വോട്ടർമാരുടെ പേര് അനധികൃതമായി വെട്ടിമാറ്റിയാൽ
ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ UAPA പ്രകാരം അറസ്റ്റ് ചെയ്യുക. ഏറ്റവും ഒടുവിലത്തേത് അംബാനിയുടെയും അദാനിയുടെയും ഉടമസ്ഥതയിലുള്ള മാധ്യമങ്ങളുടെ ലൈസൻസ് റദ്ദാക്കുക എന്നിങ്ങനെയാണ്. എന്തായാലും പാർട്ടിയുടെ ഈ പ്രധാന ആവശ്യങ്ങൾ, ഇത്തരത്തിലുള്ള പാർട്ടിയുടെ 5 അംഗ നയപ്രഖ്യാപനങ്ങളൊക്കെ വെറുമൊരു തമാശയല്ല, അത് രാഷ്ട്രീയ ബോധമുള്ള ജെൻസി അടക്കമുള്ളവരുടെ കൂട്ടായ്മയാണെന്ന് പറയാതെ പറയുകയാണ് കോക്രോച്ച് ജനതാ പാർട്ടി. എന്തായാലും CJPയുടെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിന്റെ എണ്ണം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇതേവരെ 12.8 മില്യൺ പിന്നിട്ട് കഴിഞ്ഞു. ഇതോടെ മെയ് 16 മാത്രം ആരംഭിച്ച പേജിന്റെ ഫോളോവേഴ്സിന്റെ എണ്ണം രാജ്യം ഭരിക്കുന്ന BJPയുടെ ഔദ്യോഗിക പേജിനെ മറികടന്നുവെന്ന് പറയുമ്പോൾ കാര്യങ്ങൾ ഒട്ടും കുട്ടിക്കളിയല്ലെന്ന് മനസ്സിലാക്കണം. അതേസമയം നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ നേപ്പാളിലെ ഈ ഒരു ജെൻസി ഇഷ്യൂ പോലെ ഇതൊരു വലിയ ഇഷ്യൂ ആകുമോ എന്ന് പലരും ഉറ്റുനോക്കുന്നുണ്ട്. ഇന്ത്യയിൽ അത് അത്ര എളുപ്പമല്ലെങ്കിലും അത്യാവശ്യം വലിയൊരു മാസ് പ്രൊട്ടസ്റ്റ് നടത്തിയാൽ അവർക്ക് വലിയൊരു ഇമ്പാക്റ്റ്, ഒരു പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് ലഭിക്കുമെന്നും വിലയിരുത്തപ്പെടുന്നു. മാത്രമല്ല ധ്രുവ് റാത്തിയെ പോലെ ഇവരൊരു ഒറ്റയാൾ പട്ടാളമല്ല, അത് ഒരുപാട് പേരുടെ ഇഷ്ടപ്രകാരം, സ്വന്തം ഇഷ്ടപ്രകാരം സിസ്റ്റത്തിനെതിരെ ചേർന്നൊരു ക്യാമ്പയിൻ ആണെന്നതും ഇത്തരം ചിന്തകൾക്ക് വഴിവെക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.